കഴിഞ്ഞ 25 വർഷക്കാലത്ത് മലയാളത്തിലിറങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ സംബന്ധിച്ച് മലയാള മനോരമ ഇറക്കിയ പട്ടികയിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ആത്രേയകം. ആർ രാജശ്രീയുടെ നോവലാണിത്. 2021 രാജശ്രീയുടെ ആദ്യ പുസ്തകമായ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകം വലിയ സമ്മതിയാണ് നേടിയെടുത്തത്. 2021 സാഹിത്യ അക്കാദമി അവാർഡും അതിന് ലഭിച്ചു. അതിനുശേഷം രാജശ്രീ എഴുതുന്ന വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ആത്രേയകം. മഹാഭാരതത്തിൻ്റെ ആദ്യ പർവ്വത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും തികച്ചും നവീനമായ സ്ത്രീപക്ഷത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് ആണ് രാജശ്രീ ആത്രേയകത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിനകം തന്നെ വലിയ വിജയം ഈ പുസ്തകം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഓ ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നുവല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ എത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ്, ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ. ഇതിഹാസത്തിൻ്റെ പുനർവായന, പുനരാഖ്യാനം എന്നിവയെല്ലാം സാഹിത്യത്തിൽ പതിവുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും 7000 വർഷം മുമ്പ് ഇറങ്ങിയെന്ന് കരുതപ്പെടുന്ന മഹാഭാരതത്തിനെ പോലെ ഇത്രയധികം പുനർവ്യാഖ്യാനങ്ങളും പുനരാഖ്യാനങ്ങളും ഉണ്ടായ മറ്റൊരു കൃതി ഉണ്ടാവില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസമാണ് മഹാഭാരതം. 100,000-ലേറെ ശ്ലോകങ്ങൾ ഉള്ള ഈ കഥയുടെ, ഈ ഇതിഹാസത്തിൻ്റെ വിവിധ തലത്തിലുള്ള ആഖ്യാനങ്ങൾ, വിവിധ കാഴ്ചപ്പാടുകളിലൂടെയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം ഇതിനകം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ക്ലാസിക്കിൻ്റെ കാലാതിവർത്തിയായ പ്രസക്തിയാണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ എന്ന പോലെ മലയാളത്തിലും ഈ മഹാഭാരത പുനരാഖ്യാനങ്ങൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയവും ഒരുപക്ഷെ ഏറ്റവും ആദ്യം ആയ പുനർവ്യാഖ്യാനം, പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക കാലത്ത് ഒരു പുനർവ്യാഖ്യാനമുണ്ടായത് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനമാണ്. 1948 ഈ പുസ്തകം ഇറങ്ങുന്നതെന്ന് ഓർക്കണം. മഹാഭാരതത്തിലെ ദൈവങ്ങളും ദേവതകളും അതിമാനുഷ്യരും ഒക്കെയായ കഥാപാത്രങ്ങളെ തികച്ചും വ്യത്യസ്തമായ സാധാരണ മനുഷ്യരായി അവതരിപ്പിക്കുന്നതാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. അതിൽ എല്ലാ കുറവുകളും കുറ്റങ്ങളും ദൗർബല്യങ്ങളും ഒക്കെയുള്ള മനുഷ്യരായി ഈ കഥാപാത്രങ്ങളെ മുഴുവൻ കാണുകയാണ് മാരാർ. മഹാഭാരതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ, ധാർമ്മിക മൂല്യങ്ങളെ, ആസ്തിക്യ മൂല്യങ്ങളെ ഒക്കെ മാരാർ വിമർശന വിധേയമാക്കുന്നു, വിശകലന വിധേയമാക്കുന്നു. ഒരു വലിയ ചരിത്ര സംഭവം തന്നെയായിരുന്നു പുസ്തകം. പിന്നീട് 1970-കളിൽ PK ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെയാണ് ഈ മഹാഭാരതത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ പുനർവ്യാഖ്യാനമായി മലയാളത്തിൽ ലഭിച്ചത്. പിന്നീട് MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം ഒരു നോവൽ ആയി തന്നെ ഇതിനെ കാണുന്നു. ഇതിലൊക്കെ ഈ കഥാപാത്രങ്ങളെ, അതായത് പരമ്പരാഗത ധാരണകളനുസരിച്ച് നന്മയും തിന്മയും ഇടയും മൂർത്തികളായി അവതരിപ്പിച്ച കഥാപാത്രങ്ങളെയൊക്കെ തിരിച്ചിടുകയും മറ്റൊരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തവരാണ് ഈ നമ്മുടെ ഈ പുനർവ്യാഖ്യാതാക്കൾ. കർണനെയും ദ്രൗപദിയെയും ഒക്കെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കണ്ട PK ബാലകൃഷ്ണൻ, യുധിഷ്ഠിരനെ തന്നെ, അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയെ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ച മാരാർ, ഭീമസേനൻ്റെ
സങ്കീർണ വ്യക്തിത്വത്തെ അവതരിപ്പിച്ച MT, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളാണ്. എന്നാൽ ഒരു സ്ത്രീ മഹാഭാരതത്തിൻ്റെ ഐതിഹാസികമായിട്ടുള്ള അതിൻ്റെ ഒരു നിലനിൽപ്പിനെ, അതിൻ്റെ ഒരു പ്രസക്തിയൊക്കെ പുതിയ രീതിയിൽ കാണുന്ന മലയാളത്തിൽ ആദ്യമായി ഒരു സ്ത്രീപക്ഷ രചന, ഒരു സ്ത്രീ തന്നെ എഴുതുന്നതാണ് ആത്രേയകത്തിൻ്റെ ഒരു സവിശേഷ പ്രസക്തി. ഇതിൽ സ്ത്രീപക്ഷം എന്നതിനൊപ്പം, സ്ത്രീപക്ഷ വിലയിരുത്തൽ എന്നതിനോടൊപ്പം വലിയ വലിയ രാഷ്ട്രീയ സമസ്യകളെ കൂടി രാജശ്രീ അഭിസംബോധന ചെയ്യുന്നു. സാമ്രാജ്യത്വം, അധികാരത്തിൻ്റെ ഏറ്റവും വിവിധ തലങ്ങളിലുള്ള അധികാരത്തിൻ്റെ താണ്ഡവത്തെയാണ് രാജശ്രീ അഭിസംബോധന ചെയ്യുന്നത്. അത് വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, വംശത്തിൻ്റെ, ലൈംഗിക ഭൂരിപക്ഷത്തിൻ്റെ, അതായത് ഉഭയ ലൈംഗിക വ്യക്തിത്വങ്ങളെക്കുറിച്ച്, അവയെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ടു, ഇതിഹാസങ്ങളിൽ പോലും അത് സംഭവിച്ചു എന്ന പരിശോധനകളെല്ലാം രാജശ്രീ നടത്തുന്നു. അതുകൊണ്ട് തന്നെ യാത്രേയകത്തിൻ്റെ മുഖ്യ കഥാപാത്രം നിരമിത്രൻ ഒരു ഉഭയലൈംഗിക കഥാപാത്രമാണ്. ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പുതിയ ഭാഷയിൽ വിളിക്കുന്ന ശിഖണ്ഡിയാണ് ആ കഥാപാത്രം. മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന കഥാപാത്രം. അതിൽ ശിഖണ്ഡി എന്ന പദത്തിന് തന്നെ സമൂഹത്തിലെ പലതരത്തിലുള്ള മുൻവിധികൾക്കും അപഹാസങ്ങൾക്കും വിധേയമായതുകൊണ്ട് നിരമിത്രൻ എന്ന പേരിലാണ് രാജശ്രീ അവതരിപ്പിക്കുന്നത്. അതിൽ സ്ത്രീകൾക്കെതിരെ, ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ, പരിസ്ഥിതിക്കെതിരെ, സാധാരണ മനുഷ്യർക്കെതിരെ ഒക്കെ അധികാരം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ രാജശ്രീ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ മഹാഭാരതത്തിലും മറ്റും സദ്ഗുണസമ്പന്നരായി, വില്ലാളി വീരന്മാരായി ഒക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ വിമർശന വിധേയമാക്കിയാണ്, പുതിയൊരു കാഴ്ചയ്ക്ക് വിധേയമാക്കിയാണ് രാജശ്രീ. അതിൽ ശ്രീകൃഷ്ണനും അർജുനനുമൊക്കെ ശക്തമായ വിചാരണ നേരിടുന്നുണ്ട്. ദ്രൗപദിയെയും കൃഷ്ണ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന ദ്രൗപദിയൊക്കെ ഒരു പുതിയ സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ രാജശ്രീ അവതരിപ്പിക്കുന്നു. 5 രാജകുമാരന്മാരുടെ ഭാര്യയാകേണ്ടി വന്ന ദ്രൗപദിയുടെ മനസ്സ് എന്തായിരുന്നു, അവളുടെ താല്പര്യത്തിനെക്കുറിച്ച് ആരെങ്കിലും വന്ന് ചിന്തിച്ചിരുന്നു? ഇതെല്ലാം രാജശ്രീ ഇതിഹാസങ്ങൾക്ക് ചേരുന്ന ഭാഷയിലാണ് തീക്ഷ്ണമായ, തീവ്രമായ ദുഃഖത്തോടെയും വിഷമത്തോടെയും എഴുതുന്നത്. യുധിഷ്ഠിരൻ്റെ അറയിലേക്ക് നടക്കുമ്പോൾ കൃഷ്ണയുടെ മനസ്സ് ശൂന്യമായിരുന്നു. താൻ വരണമാല്യം ചാർത്തിയ യുവാവിൻ്റെ മുഖം അവ്യക്തമായി ഓർമ്മയിൽ തെളിഞ്ഞു. പാഞ്ചാലത്തിൻ്റെ അന്തഃപുരത്തിലേക്ക് അവസാന തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ അവൾ യാത്രയ്ക്കൊരുങ്ങിയിരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഏകദേശ ധാരണയും സ്വരൂപിച്ചിരുന്നു. തനിക്കൊരു ഭർത്താവേ ഉള്ളൂ, പക്ഷേ അവർക്ക് 5 ശരീരങ്ങളുണ്ട്. ആ 5 ശരീരങ്ങളോട് ഇടപെടാൻ താൻ പരിശീലിക്കേണ്ടതുണ്ട്. പ്രണയവും രതിയുമൊന്നുമല്ല, രാജ്യ താൽപ്പര്യങ്ങളാണ് ഈ വിവാഹത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എത്ര നിഷേധിച്ചാലും അതൊരു സത്യമാണ്. 5 ഇഴകൾ കടന്നു പോകേണ്ടുന്ന ഒരു സ്വർണ്ണമുത്തായി കൃഷ്ണ സ്വയം സങ്കല്പിച്ചു. ഇതിൽ ആർക്കാണ് തന്നെ സമർപ്പിക്കേണ്ടത് എന്ന് മാത്രം അവൾക്ക് ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ പുസ്തകത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് മലയാളത്തിൽ. ഈ ആധുനിക കാലത്ത് മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ മറ്റ് ഭാഷകളിൽ വാസ്തവത്തിൽ ഈ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ സ്ത്രീകളായ എഴുത്തുകാർ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ മറാഠിയിൽ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയ ഇരാവതി കാർവെയുടെ പുസ്തകം യുഗാന്ത എന്ന പുസ്തകം, അതിനുശേഷം ജ്ഞാനപീഠം ലഭിച്ച പ്രതിഭ റായ് ഒറിയ ഭാഷയിൽ എഴുതിയ പുസ്തകം, ഇതെല്ലാം സ്ത്രീപക്ഷ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ കഥാപാത്രങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള മഹാഭാരത കഥയെ
പുനരാഖ്യാനം ചെയ്യുന്ന പുസ്തകങ്ങളാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇൻഡോ ആംഗ്ലിയൻ ഭാഷയിൽ ഇൻഡോ ഇംഗ്ലീഷ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതുന്ന പുസ്തക രംഗത്ത് ഈ പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെ പുനർവായന ഒരു വലിയ ബെസ്റ്റ് സെല്ലർ തന്നെയാണ്. അതിൽ ദേവദത്ത് പട്നായിക്ക്, അമീഷ് ത്രിപാഠി, മലയാളിയായ ആനന്ദ് നീലകണ്ഠൻ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഇന്ന് എവിടെയും ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളവയാണ്. അതിൽ ഇൻഡോ ഇംഗ്ലീഷ് രംഗത്തും സ്ത്രീകളായ എഴുത്തുകാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങൾ വളരെ പോപ്പുലറാണ്. അതിൽ ചിത്ര ബാനർജി ദിവാകരുണിയുടെ ദ്രൗപദിയെ മുൻനിർത്തിക്കൊണ്ടുള്ള പാലസ് ഓഫ് ഇല്യൂഷൻസ് ഒരുപക്ഷെ ഈ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ്. അതിനുശേഷം അടുത്ത കാലത്ത് അനുജ ചന്ദ്രമൗലി അർജുനനെ വിമർശന വിധേയമാക്കുന്ന കഥാപാത്രങ്ങൾ, ഇതെല്ലാം നമ്മുടെ പരമ്പരാഗത ധാരണയനുസരിച്ച് എല്ലാ നന്മകളുടെയും മൂർത്തികളായി അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രങ്ങളെ പുതിയ കാഴ്ചപ്പാടിലൂടെ, പരിസ്ഥിതിയുടെ, ഫെമിനിസത്തിൻ്റെ ഒക്കെ കാഴ്ചപ്പാടിലൂടെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ കീഴാള വായന അവരെക്കുറിച്ച് എങ്ങനെ നടത്തുന്നു, ഇതെല്ലാം ഈ രാജശ്രീയുടെ പുസ്തകത്തിലും മറ്റു നേരത്തെ പറഞ്ഞ ഈ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അതിൽ മലയാളത്തിൽ ഈ ശാഖയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് രാജശ്രീയുടെ ആത്രേയം എന്നുള്ളത് സംശയമില്ല. ആത്രേയം എന്ന പ്രദേശം തന്നെ ഒരുപക്ഷെ സാമ്രാജ്യങ്ങളുടെ ഇടയിൽ പരിസ്ഥിതിയുടെയും നന്മയുടെയും ഒക്കെ ചെറിയ തുരുത്ത്, നിരന്തരം നഷ്ടപ്പെട്ടു പോകുന്ന, നിരന്തരമായി ദുർബലമായി പോകുന്ന ഈ തുരുത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ആത്രേയം. അവിടെ വലിയ സാമ്രാജ്യ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജാക്കന്മാർ, അതിൽ എല്ലാ കുതന്ത്രങ്ങളും പയറ്റുന്ന, അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും പയറ്റുന്ന സ്വാർത്ഥമോഹികളായ രാജാക്കന്മാർ, അതിനിടയിൽപ്പെട്ട് ജീവിതവും നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, ഗോത്രവിഭാഗക്കാർ, ഇവരെല്ലാവരും ഉണ്ട്. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ ജീവിതവുമായി വളരെ കൃത്യമായ ജൈവപരമായ ബന്ധം ഈ ഇതിഹാസങ്ങളിലൂടെ, ഈ ഇതിഹാസത്തിൻ്റെ പുനർവായനയിലൂടെ സാധിക്കുന്നു എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. ഓ ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നു അല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ എത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ്, ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ. രാജശ്രീയുടെ ഇതിനുശേഷം ഒരു പുതിയ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബ്രണ്ണൻ കോളേജിലെ അധ്യാപികയാണ് രാജശ്രീ. ഒരുപാട് സാഹിത്യ സംഭാവന ഇനിയും നമുക്ക് നൽകാൻ തീർച്ചയായിട്ടും കഴിവുള്ള ഒരു പുതിയ എഴുത്തുകാരി എന്ന നിലയിൽ രാജശ്രീ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.